വിശുദ്ധ കുർബാനയ്ക്ക് ഒരുമിച്ച് കൂടാൻ ദേവാലയത്തിൽ വരാൻ തമ്പുരാൻ നമുക്ക് വലിയ ഭാഗ്യം നൽകി. ദൈവം നമ്മളോട് വലിയ കരുണ കാണിച്ചു. കോവിഡ് ബാധിതരായ ചിലരെങ്കിലും വിളിച്ചു പറഞ്ഞു കുർബാനയ്ക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിലും രോഗഗ്രസ്തരായതുകൊണ്ട് സാധിക്കുന്നില്ല. അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി കൂടെ വരിയിൽ പ്രത്യേകം പ്രാർത്ഥിച്ചാൽ മതി, പ്രാർത്ഥിക്കണം എന്ന്. ദൈവം നമുക്ക് ദൈവകലാലയത്തിലേക്ക് വരാൻ രോഗങ്ങളിൽ നിന്ന് വിടുതൽ നൽകി നമ്മളെ പൊതിഞ്ഞ് സംരക്ഷിച്ചു. തമ്പുരാനോട് നമുക്ക് നന്ദി പറയാം. അപകടങ്ങളോ അത്യാഹിതങ്ങളോ ദുഃഖങ്ങളോ ദുരന്തങ്ങളോ ഇല്ലാതെ നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും കാത്തു സംരക്ഷിച്ച തമ്പുരാനോട് ഈ വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് നന്ദി പറയാം. രോഗഗ്രസ്തരായ ആശുപത്രികളിലും ഭവനങ്ങളിലുമുള്ള കുറേയേറെ പേരുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ ബലിയിൽ അവരെ കൂടെ നമുക്ക് സ്മരിക്കാം. നമ്മുടെ പ്രാർത്ഥനകളും പദ്ധതികളും പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഞെരുക്കങ്ങളും ഭയപ്പാടുകളും ആകുലതകളും എല്ലാം തമ്പുരാൻ്റെ കരങ്ങളിൽ നമുക്ക് വെച്ചു കൊടുക്കാം. നമ്മുടെ ഇടവകയിലെ ദേവാലയത്തിരുന്ന അടുത്ത ഞായറാഴ്ചയിലെ അതിലേക്കുള്ള എല്ലാ നവനാൾ ദിനങ്ങളെയും അതിനോട് സഹകരിക്കുന്നവരെയും അതിനായി ഏറെ കഷ്ടപ്പാടുകൾ സഹിക്കുന്ന കുടുംബ കൂട്ടായ്മ ഭാരവാഹികളെയും കൈക്കാരന്മാരെയും കമ്മിറ്റി അംഗങ്ങളെയും എല്ലാം തമ്പുരാൻ്റെ കൃപയ്ക്കും കരുണയ്ക്ക് കീഴ് വെച്ചു കൊടുക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് ഏറ്റവും സ്വീകാര്യമായി ബലിയായി ഈ വിശുദ്ധ കുർബാന അർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവീശ്വരോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്രോതസ്സിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്ന ഞങ്ങളെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ വിശുദ്ധിയോടെ ഞങ്ങളും പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ ഞങ്ങളും അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞു നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങേ സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവ്വവും. സൈന്യമെന്നെ വളഞ്ഞാലും വൈരികൾ പിന്തുടർന്നാലും നീതിയിലെനിക്കു തെല്ലും ദൈവമാണ് പാലകൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും കുഞ്ഞുമക്കൾക്കും ഈ ഇടവക സമൂഹം മുഴുവനും ദേവാലയ നവീകരണ പ്രവർത്തനങ്ങൾക്കും അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും സന്തോഷങ്ങൾക്കും സൗഭാഗ്യങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം കാത്തുപരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായി എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ,
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ ഞങ്ങളുടെ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കുഞ്ഞുമക്കളെയും ഈ ഇടവക സമൂഹം മുഴുവനെയും കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് ഞങ്ങളുടെ കുടുംബങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നമുക്കെല്ലാവർക്കും സ്വസ്ഥമായിരുന്ന് വിശുദ്ധ ബൈബിളിൽ നിന്ന് വായിച്ചു കേൾക്കാം. സഹോദരരെ, നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം 18, 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചതും. ദൈവം സഹോദരനെ അനുഗ്രഹിക്കട്ടെ. നിന്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നീ കുറ്റപ്പറ്റവനായിരിക്കണം. നീ കീഴടക്കാൻ പോകുന്ന ജനതകൾ ജ്യോത്സ്യരെയും പ്രാശനികരെയും ശ്രവിച്ചിരുന്നു. എന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അതിനനുവദിച്ചിട്ടില്ല. നിന്റെ ദൈവമായ കർത്താവ് നിന്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെ പോലൊരു പ്രവാചകനെ നിനക്ക് വേണ്ടി അയക്കും. അവൻ്റെ വാക്കാണ് നീ ശ്രവിക്കേണ്ടത്. ഹോറേബിൽ സമ്മേളിച്ച ദിവസം നിന്റെ ദൈവമായ കർത്താവിനോട് നീ യാചിച്ചതനുസരിച്ചാണ് ഇത്. ഞാൻ മരിക്കാതിരിക്കേണ്ടതിന് എൻ്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം വീണ്ടും ഞാൻ കേൾക്കാതിരിക്കട്ടെ, ഈ മഹാകാഗ്നി ഒരിക്കലും കാണാതിരിക്കട്ടെ അന്ന് എന്ന് നീ പറഞ്ഞു. അന്ന് കർത്താവ് എന്നോട് അരുളി ചെയ്തു, അവർ പറഞ്ഞതെല്ലാം നന്നായിരിക്കുന്നു. അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് നിന്നെ പോലുള്ള ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് വേണ്ടി അയക്കും. എൻ്റെ വാക്കുകൾ ഞാൻ അവൻ്റെ നാവിൽ നിക്ഷേപിക്കും. ഞാൻ കൽപ്പിക്കുന്നതെല്ലാം അവൻ അവരോട് പറയും. ദൈവമായ കർത്താവിനെ സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും അങ്ങ് പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും വിടുതലും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെയും അങ്ങ് സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്നേക്കും ആമേൻ. സഹോദരരെ, ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 6-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിക്കുന്നു. മിശിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നെങ്കിലും മെച്ചപ്പെട്ടതും രക്ഷാകരവുമായ കാര്യങ്ങൾ നിങ്ങളിലുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. നിങ്ങളുടെ പ്രവൃത്തികളും വിശുദ്ധർക്ക് നിങ്ങൾ ചെയ്തതുമായ ശുശ്രൂഷയിലൂടെ തന്റെ നാമത്തോട് കാണിച്ച സ്നേഹം വിസ്മരിക്കാൻ മാത്രം നീതിരഹിതനല്ലല്ലോ ദൈവം. അതിനാൽ നിങ്ങൾ ഓരോരുത്തരും പ്രത്യാശയുടെ പൂർത്തീകരണത്തിനായി അവസാനം വരെ ഈ താല്പര്യം തന്നെ കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഉദാസീനരാകാതെ നിങ്ങൾ വിശ്വാസവും ദീർഘക്ഷമയും വഴി വാഗ്ദാനത്തിന് അവകാശികളായവരെ അനുകരിക്കുന്നവരാകട്ടെ. ദൈവം അബ്രാഹത്തിന് വാഗ്ദാനം നൽകിയപ്പോൾ തന്നേക്കാൾ വലിയവനെ കൊണ്ട് ശബ്ദം ചെയ്യാൻ അവൻ ആരുമില്ലാതിരുന്നതിനാൽ തന്നെ കൊണ്ട് തന്നെ ഇങ്ങനെ ശബ്ദം ചെയ്തു പറഞ്ഞു, നിന്നെ ഞാൻ സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അതിയായി വർദ്ധിപ്പിക്കുകയും ചെയ്യും. അബ്രഹാം ദീർഘക്ഷമയോടെ കാത്തിരുന്ന് ഈ വാഗ്ദാനം പ്രാപിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ദൈവവചനവിധാ ജീവദായക വചനവിധാ മനുഷ്യപുത്രൻ മനസ്സിൽ വിതറും ദൈവവചനവിധാ 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 ജീവദായക വചനവിധാ മനുഷ്യപുത്രൻ മനസ്സിൽ വിതറും
കുറിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 3, 14 മുതലുള്ള വചനങ്ങൾ. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രകൃത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതന്റെ നാമത്തിൽ വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു. അവൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്ത് വരുന്നുമില്ല. സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു. അങ്ങനെ അവൻ്റെ പ്രവൃത്തികൾ ദൈവൈക്യത്തിൽ ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്ക് ഏതാനും മിനിറ്റുകൾ ഇരിക്കാം. മിശിഹായിലേറെ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്ന് വചനം പറയുന്ന കണ്ണായ 2 ദർശനങ്ങൾ ഇതാണ്. ഒന്ന്, നമ്മുടെ ദൈവം എന്ന് പറയുന്നത് നമ്മളെ ശിക്ഷിക്കുന്ന ദൈവമല്ല, രക്ഷിക്കുന്ന ദൈവമാണ് എന്ന ഒരു ബോധ്യം. നമ്മളിലേറെ പേർക്കും ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെയാണ് ചിന്ത. ശിക്ഷിക്കുന്ന ദൈവത്തെയാണ് നമുക്ക് ഭയമുള്ളത്. നമ്മുടെ ദൈവം ശിക്ഷിക്കുന്ന ഒരു ദൈവമാണ് എന്ന, സ്നേഹിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച്, നമ്മളെ രക്ഷിക്കുന്ന ഒരു സ്നേഹത്തെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച്, നമ്മളെ വീണ്ടെടുക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറേയില്ല. നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ്, നമ്മളെ രക്ഷിക്കുന്ന ദൈവമാണ്, നമ്മളെ വീണ്ടെടുക്കുന്ന ദൈവമാണ്, നമ്മളെ ശിക്ഷിക്കുന്ന, നശിക്കാൻ അനുവദിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം എന്ന ബോധ്യം ഇന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ ദൈവത്തിൽ ആശ്രയം വയ്ക്കുമ്പോൾ തന്നെ ദൈവം സ്നേഹമാണ് എന്ന്, രക്ഷയാണ് എന്ന്, എന്നെക്കുറിച്ച് കരുതലും കാവലുമുള്ള, ഞാൻ നശിക്കാതിരിക്കാൻ എന്നെ അണച്ചു പിടിക്കുന്ന സ്നേഹമാണ് എന്ന് ദൈവമെന്ന ബോധ്യം വന്നാൽ തന്നെ എത്രയോ ആശ്വാസം. ഇന്ന് വചനം പറയുന്നുണ്ട്. എന്താണ് ശിക്ഷാവിധി? ശിക്ഷാവിധി എന്ന് പറയുന്നത് വെളിച്ചം വന്നിട്ടും വെളിച്ചത്തെ സ്വീകരിക്കാതെ അന്ധകാരത്തിൽ ജീവിക്കുന്നതാണ് ശിക്ഷാവിധി. അത് ഓരോരുത്തരും സ്വയം വരുത്തി വയ്ക്കുന്നതാണ്. ഇപ്പോഴുള്ളവരെ, ഞാൻ നെസ്റ്റ് ഡി അഡിക്ഷൻ സെൻറ്ററിൽ ഞാൻ എപ്പോഴും കണ്ട ഒരു കാര്യം ഇതാണ്. ഞാൻ അവിടെയുള്ള 3 വർഷക്കാലം, ഞാൻ 3 വർഷക്കാലം ഉണ്ടായപ്പോൾ എൻ്റെ കരങ്ങളിലൂടെ ഒരു 2000-ഓളം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ മക്കൾ കടന്നുപോയിട്ടുണ്ടാകും. ഞാൻ അവരെയൊക്കെ ശ്രദ്ധിക്കുമ്പോൾ, ഞാൻ ഒരിക്കൽ ഒരു മയക്കുമരുന്നിന് അടിമയായ ഒരു മോൻ അവിടെ വന്നു. അവൻ ലൈറ്റ് ഇട്ടാൽ ഉടൻ പ്രശ്നമുണ്ടാകും. അവന് വെളിച്ചവും ഇഷ്ടമില്ല. അവൻ ഇരുട്ടിൽ കിടക്കണം. അവൻ ഡോർമെട്രിയിൽ വെളിച്ചം ഉണ്ടാക്കിയാൽ ബഹളം തുടങ്ങും. അവസാനം ഞങ്ങൾ അവനെ റൂമിലേക്ക് മാറ്റി. റൂമിൽ വെളിച്ചമിടാൻ അവൻ സമ്മതിക്കില്ല. അവന് ഇഷ്ടം അന്ധകാരമാണ്, ഇരുട്ടിൽ കിടക്കാനാണ് അവനിഷ്ടം. ഞാൻ നോക്കാറുണ്ട്, നെസ്റ്റിൽ വരുന്ന ഈ മദ്യത്തിന് മയക്കുമരുന്നിന് അടിമയായി വരുന്ന മക്കൾക്ക് പ്രകാശത്തിലിരിക്കുന്നതിനേക്കാൾ സന്തോഷം വെളിച്ചമൊക്കെ ഇരുട്ടാക്കി അതിലാണ് അവർക്ക് കൂടുതൽ സന്തോഷം. നെസ്റ്റ് ഡി അഡിക്ഷൻ സെൻറ്ററിൽ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, അവിടെ വരുന്ന മക്കളെ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ അവർക്കൊരു നല്ല കുമ്പസാരത്തിനുള്ള അവസരം ഒരുക്കി കൊടുക്കും. മണിക്കൂറുകളോളം നീണ്ട
ആദ്യം ഇവർ സമ്മതിക്കുന്നില്ല. അവർ പറയും, കുമ്പസാരിക്കാൻ അച്ഛൻ എന്താണ് അധികാരം? കുമ്പസാരിച്ചിട്ട് എന്ത് കാര്യം? ദൈവം ക്ഷമിക്കുമെന്ന് എങ്ങനെ അറിയും? ദൈവം ക്ഷമിച്ചു എന്ന് എങ്ങനെ അറിയാം? ഇങ്ങനെ 100 ചോദ്യങ്ങളാണ്. അങ്ങനെ സ്നേഹത്തിൽ കൂടി ഈ മക്കളെയൊക്കെ നന്നായി ഒരുക്കി കുമ്പസാരിപ്പിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവം അവരെ ശിക്ഷിക്കാനല്ല രക്ഷിക്കാനാണ് വന്നത്. അവരെ ശിക്ഷിക്കുന്ന നശിപ്പിക്കുന്ന ദൈവമല്ല, അവരെ വീണ്ടെടുക്കുന്ന സ്നേഹിക്കുന്ന രക്ഷിക്കുന്ന ദൈവമാണ് ക്രിസ്തു എന്ന ബോധ്യം ഈ മക്കൾക്ക് കൊടുക്കാൻ പറ്റിയാൽ, ഈ മക്കൾക്ക് കിട്ടിയാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമായി. അതുകൊണ്ട് തന്നെ നെക്സ്റ്റില് ആദ്യം തന്നെ ചെയ്യുന്നത്, ഇവർ വന്നു കഴിഞ്ഞാൽ അധികം കൂട്ടാക്കത്തില്ല. ഇവർക്കൊരു കുമ്പസാരം. കാരണം ഇവര് അന്ധകാരത്തിലായിരിക്കാൻ ഇഷ്ടപ്പെടുവാണ്. എന്താണ് അന്ധകാരം എന്ന് പറയുന്നത്? പാപമല്ലേ അന്ധകാരം? കാരണം ഞാൻ നോക്കുമ്പോൾ നെക്സ്റ്റിൽ വരുന്ന മക്കൾ ചെയ്യാത്തതായി എന്ത് പാപങ്ങളാണുള്ളത് എന്നതാണ് ചോദ്യം. അവര് മിക്കവാറും ആളുകൾ ലൈംഗികമായിട്ടുള്ള മ്ലേച്ഛമായ കുറെ പാപങ്ങൾക്ക്, സ്വവർഗഭോഗം, ഈ തെറ്റ് ചെയ്ത അതിൽ മുഴുകിയ മനുഷ്യർ, പരസ്ത്രീ ബന്ധം, വ്യഭിചാര കുറ്റങ്ങളിൽപ്പെട്ട മക്കള്, മാസ്റ്റർബേഷൻ, അശ്ലീലമായ കാഴ്ചകളും ചെയ്തികളും ഉള്ള മക്കള്, അതിൻ്റെ കൂട്ടത്തിൽ മാതാപിതാക്കളെ മറ്റുള്ളവരെയും ദ്രോഹിക്കുകയും ശാരീരികമായി വേദനിപ്പിക്കുകയും ആക്രമിക്കുകയും ചെയ്ത കുറേ മക്കളെ നശിപ്പിക്കുക, മയക്കുമരുന്ന് കൊടുത്ത് നശിപ്പിച്ച കുറേയേറെ മാതാപിതാക്കളെ കണ്ണീര് കുടിപ്പിച്ച, അവരെ ഭീഷണിപ്പെടുത്തി അവരുടെ സമ്പത്തെല്ലാം വാങ്ങി നാശത്തിലേക്ക് പോയ കുറേയേറെ മക്കൾ, അങ്ങനെ ഉള്ള മക്കളാണ്. ഇവരുടെ ജീവിതത്തിൽ അവർ ആദ്യം തന്നെ ദൈവത്തിനെ നിഷേധിക്കുകയാണ്. കാരണം ദൈവത്തെ നിഷേധിച്ചാൽ പിന്നെ ഒന്നുമില്ല. മുകളിൽ ഒരു ദൈവമുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, എൻ്റെ തെറ്റുകളിൽ വിഷമിക്കുന്ന ഒരു ദൈവമുണ്ട്, എൻ്റെ തെറ്റുകളിൽ നിന്ന് എന്നെ വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അതിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ നാശത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകത്തേ ഉള്ളൂ. അവന് നന്നാകണ്ട, അവനെ നശിച്ചാൽ മതി. ആദ്യം തന്നെ അവർ പറയും, എന്നെ നിങ്ങളായിട്ട് എന്തിനും നന്നാക്കണം, ഞാനിവിടെ നിന്ന് പോയാലും ഞാൻ നശിക്കത്തുള്ളൂ, എനിക്ക് നന്നാകണ്ട. അതാണ്. പക്ഷെ പിന്നീട് ഒരു നല്ല കുമ്പസാരം നടത്തി കഴിയുമ്പോൾ, അതിനുശേഷം പ്രാർത്ഥനകളിൽ പങ്കാളികളാകാൻ തുടങ്ങുമ്പോൾ, ദേവാലയത്തിൽ വന്നിരിക്കാൻ തുടങ്ങുമ്പോൾ, ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, ദേവാലയത്തിൽ അവൻ വ്യാപരിക്കാൻ തുടങ്ങുമ്പോൾ, പ്രാർത്ഥനകൾ അവന്റെ കർണപടങ്ങളിൽ പതിക്കാൻ തുടങ്ങുമ്പോൾ, പിന്നീട് അവന്റെ അധരങ്ങളിൽ നിന്ന് പ്രാർത്ഥനകൾ ഉയരാൻ തുടങ്ങുമ്പോൾ, എത്രയോ മക്കളാണ് ഈ മോശമായ ജീവിതചര്യകളിൽ നിന്ന്, പഴക്കദോഷങ്ങളിൽ നിന്ന്, പാപബന്ധനങ്ങളിൽ നിന്ന്, ഈ അശുദ്ധമായ കൂട്ടുകെട്ടുകളിൽ നിന്ന്, മയക്കുമരുന്നിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് പ്രകാശിതമായ മക്കളായി മാറുന്നത് എന്നറിയാമോ? പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിച്ചു നോക്കണം. ദേവാലയത്തിൽ ആദ്യം തന്നെ ചിലര് അവന്റെ നാശത്തിന്റെ വഴികളിൽ അവൻ ദേവാലയത്തോട് അല്ലെങ്കിൽ ക്ഷേത്രത്തോട് അല്ലെങ്കിൽ അവന്റെ നിസ്കാരങ്ങളോട് അവൻ ആദ്യം തന്നെ സ്ട്രക്ചേർഡ് റിലീജിയൻ എന്നൊക്കെ പറഞ്ഞ് കുറെ ന്യായങ്ങൾ ഉണ്ടാകും. ആദ്യം തന്നെ അതിനോട് അവൻ ചൊല്ലു പറയും. വിശ്വാസം എന്ന് പറയുന്നത് ഉള്ളിലാണ്, ദൈവം എന്ന് പറയുന്നത് സ്നേഹമാണ്, അത് പ്രവൃത്തിയിൽ മതി, അത് ഉള്ളിലുണ്ട്, നേരിട്ട് പ്രാർത്ഥിച്ചാൽ, ഇങ്ങനെ 1000 ന്യായങ്ങൾ നിരത്തിക്കൊണ്ടാണ് അവന്റെ ജീവിതത്തിലെ അന്ധകാരത്തിലേക്കുള്ള യാത്ര അവൻ ആരംഭിക്കുന്നത്. പിന്നെ അവൻ ദേവാലയത്തിൽ പോകാറില്ല, പിന്നെ അവൻ പ്രാർത്ഥനയ്ക്ക് കൂടാറില്ല, പിന്നെ അവൻ ആത്മീയ മനുഷ്യനല്ല, ഭൗതിക മനുഷ്യനാണ്, മ്ലേച്ഛമായ മനുഷ്യനാണ്. പിന്നീട് ഈ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരുന്ന ക്ഷണത്തിൽ ഈ മക്കളൊക്കെ വിടുതൽ പ്രാപിക്കുകയും ചെയ്യും. ഇവിടെയുള്ളവര്, ഒരു മനുഷ്യന്റെ ഡിസിൻറ്റിഗ്രേഷൻ എന്ന് പറയുന്നത്, അധപതനം എന്ന് പറയുന്നത്, അവൻ പ്രകാശിതമായ ദൈവത്തിൽ നിന്ന് അകന്നു തുടങ്ങുക എന്നതാണ്. അവിടെ മുതൽ ആരംഭിക്കുന്നു. പിന്നെ അവന് തെറ്റുകളും ശരികളും തമ്മിൽ തിരിച്ചറിയാനാവില്ല. പിന്നെ അവനാണ് തെറ്റിൻ്റെയും ശരിയുടെയും അധിപതി. അവൻ നിശ്ചയിക്കുന്നതാണ് ശരി, അവൻ നിശ്ചയിക്കുന്നതാണ് തെറ്റ്, അവൻ തന്നെയാണ് എല്ലാം. അപ്പൊ അവന് ചിലത് ശരിയാണ്, ചിലത് തെറ്റാണ്. അവനാണ് സബ്ജക്റ്റീവായിട്ടുള്ളതാണ്, പിന്നെ ഒബ്ജക്റ്റീവായിട്ടുള്ളതല്ല. ദൈവത്തെ വെച്ചുകൊണ്ട്, മുകളിൽ ആത്യന്തിക സത്യമായ ദൈവത്തെ വെച്ചുകൊണ്ടല്ല അവൻ ശരികളും തെറ്റുകളും അവൻ പിന്നെ വിധിക്കുന്നത്, നോക്കിക്കാണുന്നത്. പിന്നെ അവന് തോന്നുന്നതെല്ലാം ശരി, തോന്നാത്ത. അപ്പൊ അവന് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് ശരി, ഞാൻ മദ്യം ഉപയോഗിക്കുന്നത് ശരി, ഞാൻ എനിക്കിഷ്ടമുള്ള ആളുകളുമായി രതിവിക്രീഡകളിൽ ഏർപ്പെടുന്നത് ശരി, ഞാൻ എൻ്റെ മാതാപിതാക്കളെ സ്നേഹിക്കാതെ ദ്രോഹിക്കുന്നത്, വേദനിപ്പിക്കുന്നത് ശരി. അങ്ങനെ തെറ്റും ശരിയും തമ്മിലുള്ള കൺഫ്യൂഷൻ ഉണ്ടാകുന്നതല്ലേ അന്ധകാരം. ഇന്ന് യേശു അറിയുകയാണ്, ഈ പ്രകാശം വന്നിട്ടും
ആ പ്രകാശത്തെ ദർശിക്കാതെ, പ്രകാശത്തെ പുൽകാതെ, പ്രകാശത്തിലാകാതെ അന്ധകാരത്തിൽ തുടരുന്നതാണ് ഒരു മോൻ്റെ നാശം എന്ന് പറയുന്നത്, ശിക്ഷാവിധി എന്ന് പറയുന്നത്, അവൻ്റെ ജീവിതത്തിൻ്റെ ദുരന്തം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്കെപ്പോഴും പ്രകാശമായ ദൈവത്തിലായിരിക്കാൻ, ദൈവവിശ്വാസത്തിലായിരിക്കാൻ, ദൈവം എൻ്റെ തെറ്റും ശരികളുടെ അതിർരേഖകളും മാനദണ്ഡവുമായിരിക്കാൻ, ആ ദൈവം എന്നെ സ്നേഹിക്കുന്ന ദൈവമാണ്, എന്നെ ദ്രോഹിക്കുന്ന ദൈവമല്ല, എന്നെ ശിക്ഷിക്കുന്ന ദൈവമല്ല, എന്നെ രക്ഷിക്കുന്ന സ്നേഹമാണ്. ഞാൻ തെറ്റ് ചെയ്താലും തിരിച്ചു വന്നാൽ പ്രകാശത്തിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്ന, ഇനിയും എനിക്ക് പ്രകാശിതമായ ജീവിതം സമ്മാനിക്കുന്ന ഒരു ദൈവമാണ് എൻ്റെ ദൈവം എന്ന ബോധ്യം. ആ പ്രകാശത്തിൽ ജീവിക്കാനുള്ള ഒരു കൊതി നമുക്കുണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് കാലശുശ്രൂഷ പ്രാർത്ഥനകളിലൂടെ വിശുദ്ധ കുർബാന തുടരുകയും ചെയ്യാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഇവൻ എന്റെ പ്രിയപുത്രനാകുന്നു എന്ന് പിതാവിൽ നിന്ന് സാക്ഷി ലഭിച്ച മിശിഹായെ, കർത്താവും ദൈവവുമായ അങ്ങയെ ഏറ്റുപറയുവാൻ സഭയെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദാസന്റെയും പാപിയുടെയും രൂപം ധരിച്ച മിശിഹായെ, വിനിതമായ സേവനത്തിന് തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവും മാർ ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് താഴത്ത് മെത്രാപ്പൊലീത്തയും മറ്റെല്ലാ മെത്രാമാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സകല നീതിയും പൂർത്തിയാക്കുവാൻ യോഹന്നാനിൽ നിന്ന് മാമോദിസ സ്വീകരിച്ച മിശിഹായുടെ കൽപ്പനകൾ വിശ്വാസപൂർവ്വം പാലിച്ചുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങുവാൻ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. യോഹന്നാനിൽ നിന്ന് വെളിപ്പെടുത്തപ്പെട്ട തൃത്വൈക രഹസ്യത്തിന്റെ കൂട്ടായ്മയെ മാതൃകയാക്കി ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ലോകത്തിന്റെ പ്രകാശമായ മിശിഹായുടെ ലഭിച്ച വിശ്വാസത്തിൽ വളരുവാനും സൽപ്രവൃത്തികൾ ചെയ്തുകൊണ്ട് അവിടുത്തെ മഹത്വപ്പെടുത്തുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. രക്ഷകനായ മിശിഹായിലൂടെ പരിപാലകനായ പിതാവായ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനും സഭയുടെ പരിപാലകനായി പുത്രനായ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനും കുടുംബങ്ങളുടെയും ബ്രഹ്മചാരികളുടെയും സഹായകനായി തിരുസഭയിൽ വണങ്ങപ്പെട്ടവനുമായ വിശുദ്ധ യൗസേ പിതാവിന്റെ മധ്യസ്ഥതയാൽ തിരുസഭയെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും വൈദികരെയും സമർപ്പിതരെയും വിശുദ്ധിയിൽ പരിപാലിക്കുകയും ആത്മീയവും ഭൗതികവുമായ എല്ലാ ശത്രുക്കളെയും ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും കുഞ്ഞുമക്കളിലും ഈ ഇടവക സമൂഹം മുഴുവനിലും അങ്ങ് നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ, കുഞ്ഞുമക്കളുടെ മേൽ അങ്ങ് സമൃദ്ധമായി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാഗ്രഹത്താൽ തെരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണമായ ഈ ദൈവമക്കൾ മുഴുവൻ്റെയും കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും വിശുദ്ധമായ ജീവിതത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയുമാറാകട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. വരുന്നിതാ ഞങ്ങൾ
പരിശുദ്ധാത്മാവിന് സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായ മറിയൂസേപ്പ് പിതാവിൻ്റെയും വിശുദ്ധ അന്നമാതാവിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കലുണ്ടാകട്ടെ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിന് സമാധാനം ഉണ്ടാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്നുദ്ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകടച്ചൂടെ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കലുണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. നമ്മുടെ ദൈവത്തിലുള്ള വിശ്വാസം ഒരിക്കൽ കൂടെ നമ്മുടെ മനസ്സിൽ നമുക്ക് കുറിച്ചിടാം. നമ്മുടെ ദൈവം സ്നേഹത്തിൻ്റെ ത്രിത്വമാണെന്ന്, സ്നേഹമായ ദൈവം നമ്മളെ സ്നേഹിക്കാൻ ഈ ലോകത്തിലേക്ക് മനുഷ്യനായി അവതരിച്ചെന്ന്, അവിടുന്ന് നമുക്ക് വേണ്ടിയാണ് ജീവിച്ചത്. ഒടുവിൽ നമ്മുടെ പാപങ്ങളുടെ പരിഹാരാർത്ഥം പരിഹാര ബലിയായി അവിടുന്ന് കുരിശിലേറി പീഡകളേറ്റ് മരിച്ചെന്ന്, മരണത്തിന് ശേഷം സ്വർഗമുണ്ടെന്ന്, ഉത്ഥാനമുണ്ടെന്ന്, ജീവിതമുണ്ടെന്ന് നമ്മളെ പഠിപ്പിക്കാൻ അവിടുന്ന് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തെന്ന്, സ്വർഗത്തിലായിരിക്കുന്ന ദൈവം നമ്മളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ ഇനിയും വീണ്ടും വരുമെന്ന്, സ്വർഗത്തിലേക്ക് നമ്മളെ നയിക്കുവാൻ അവിടുന്ന് തൻ്റെ തുടർച്ചയായി സത്യസഭയെ സ്ഥാപിച്ചുവെന്ന്, സഭയിൽ കൂദാശകളുടെ പരികർമ്മത്തിൽ, വചനാധിഷ്ഠിത ജീവിതത്തിൽ, സ്നേഹാധിഷ്ഠിത ജീവിതത്തിൽ സ്വർഗം വിടരുന്നു എന്ന വലിയ വിശ്വാസം ഒരിക്കൽ കൂടെ നമ്മുടെ മനസ്സിൽ നമുക്ക് കുറിച്ചിടാം. സകലത്തിൻ്റെയും നാഥനായ ദൈവം തരുസ്തുതികൾ ആലപിക്കുവാൻ സഹോദരങ്ങളെ ശക്തരാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രീർക്കീസ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിശിഹായുടെ സ്നേഹത്തിലും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുകയും മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എന്റെ സഹോദരി സഹോദരന്മാരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംവേദനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവും ദൈവവുമായ മിശിഹായേ, ഞങ്ങളുടെ നിരവധിയായ പാപങ്ങളും അപരാധങ്ങളും വീഴ്ചകളും തകർച്ചകളും അധപതനങ്ങളും അവിടുന്ന് പരിഗണിക്കരുതേ. ഞങ്ങളുടെ ദുഷ്ടതയുടെ ആധിക്യം നിമിത്തം ദൈവമേ അങ്ങ് ഞങ്ങളോട് കോപിക്കരുതേ. അങ്ങ് സ്വീകരിച്ചുള്ള മനുഷ്യത്വത്തോടെ സമയത്തിന്റെ സമാപ്തിയിൽ അങ്ങ് പ്രത്യക്ഷനാകുമ്പോൾ അങ്ങേ തിരുസന്നിധിയിൽ കൃപയും അനുഗ്രഹവും കണ്ടെത്തുന്നതിനും സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും ഞങ്ങൾ യോഗ്യരാകുവാൻ വേണ്ടി ഈ ബലി അന്യവർണ്ണനീയമായ കൃപയാൽ പൗത്രീകരിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളും അപരാധങ്ങളും വീഴ്ചകളും തകർച്ചകളും തുടച്ചു നീക്കുവാൻ ഈ വിശുദ്ധ കുർബാനയ്ക്ക് ശക്തി നൽകുകയും ചെയ്യണമേ. അങ്ങ് നൽകിയ ഈ മഹാദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെയും ശക്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി
വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ നമ്മോടുണ്ടാകട്ടെ. ദൈവത്തിനു ബലിയർപ്പിപ്പൂ. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ഹൃദയത്തെയും എല്ലാ ശുദ്ധിയിലും ആസക്തികളിലും ലഹരികളിലും വഞ്ചനകളിലും വിദ്വേഷങ്ങളിലും പ്രതികാര ചിന്തകളിലും നശീകരണ ചിന്തകളിൽ നിന്ന് പരിപൂർണമായ വിടുതൽ നൽകി ഞങ്ങളെ വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ ഞങ്ങൾ തമ്മിലും കുടുംബാംഗങ്ങളും ബന്ധുമിത്രങ്ങളും സ്നേഹമിത്രങ്ങളും അയൽവക്കങ്ങളും ഈ ഇടവക സമൂഹം മുഴുവനും തമ്മിലും പരസ്പര സ്നേഹവും ഐക്യവും സമാധാനവും സഹവർത്തിത്വവും ഞങ്ങളിൽ ഉളവാക്കണമേ. വിശുദ്ധവും സജ്ജവുമായി തിരുകർമ്മം പ്രത്യാശപൂർവം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോട് ശ്രാപ്യന്മാരോട് ചേർന്ന് നാഥനായ ദൈവമേ, അങ്ങേക്ക് ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. അത്യുന്നതങ്ങളിലോശാന, രാജാധിരാജനോശാന. അത്യുന്നതങ്ങളിലോശാന, രാജാധിരാജനോശാന. മണ്ണും വിണ്ണും നിറഞ്ഞു നിൽക്കും മഹേശ്വരനെ ഹോശാന. മണ്ണും വിണ്ണും നിറഞ്ഞു നിൽക്കും മഹേശ്വരനെ ഹോശാന. ദൈവമേ, അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവർ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈശോയുടെ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങളും അർപ്പിക്കുന്നു.
കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവേ, അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ അങ്ങേ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹങ്ങളാണ് അങ്ങ് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും കുഞ്ഞുമക്കൾക്കും ഈ ഇടവക സമൂഹം മുഴുവനും ദേവാലയ നവീകരണ പ്രവർത്തനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങേ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അങ്ങേ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും സന്തോഷങ്ങൾക്കും സൗഭാഗ്യങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സർവ്വത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പോലിത്തായ്ക്കും ഞങ്ങളുടെ തിരുപതിയുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ ആൻഡ്രൂസ് താഴത്ത് മെത്രാപ്പോലിത്തായ്ക്കും മാർ ജേക്ക് തുകിഴി പിതാവിനും മാർ ടോണി പിതാവിനും അഭിവന്ദ്യരായ പിതാക്കന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, സന്യാസിനി സന്യാസിമാർ, അൽമായ പ്രേക്ഷിതർ, മിഷണറിമാർ, വൈദിക സന്യാസാർത്ഥികൾ എന്നിവർക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണം. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും വിശുദ്ധ മാതാവിന്റെയും വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങേ തിരുസന്നിധിയിൽ പ്രീതിജനകമായി വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും കർത്താവേ ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരും മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും ലഹരികൾക്കും അടിമപ്പെട്ടവരും പലവിധത്തിൽ വഴിതെറ്റി നടക്കുന്നവരുമായ ഞങ്ങളെല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും അവരുടെ മനസ്സ് തിരുവനും മാനസാന്തരത്തിന് തിരിച്ചു വരുവിന് വേണ്ടിയും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ജീവിതങ്ങളിൽ നിന്ന് മരണം മൂലം വേർപിരിഞ്ഞു പോയ എല്ലാവരുടെയും ആത്മശാന്തിക്കും സ്വർഗപ്രവേശത്തിനു വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തു നിൽക്കുന്ന ഈ സഹോദരി സഹോദരങ്ങൾക്കും കുടുംബങ്ങൾക്ക് കുഞ്ഞുമക്കൾക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ, പദ്ധതികളിൽ, ദുഃഖങ്ങളിൽ, രോഗങ്ങളിൽ, സാമ്പത്തിക മേഖലകളിൽ, കുടുംബ പ്രശ്നങ്ങളിൽ, ജോലിയിടങ്ങളിൽ, സ്ഥാപനങ്ങളിൽ, ഞങ്ങളുടെ സംയുക്ത തിരുനാളുകളിൽ,
ഞങ്ങളുടെ ആഘോഷങ്ങളിൽ, പ്രാർത്ഥനകളിൽ അങ്ങേ ശക്തമായ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകുന്നതിനു വേണ്ടിയും ദേവാലയ നവീകരണം വിജയകരമായി ഭവിക്കണമെന്ന ആഗ്രഹത്തോടെ തങ്ങളുടെ സമ്പത്തിൽ നിന്ന്, സൗഭാഗ്യത്തിൽ നിന്ന്, കഷ്ടപ്പാടിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന് ഉദാരമായ എടുത്ത സംഭാവനകൾ ചെയ്ത ഓരോ നല്ല സഹോദരി സഹോദരങ്ങൾക്കും, അവരുടെ കുടുംബങ്ങൾക്ക്, കുഞ്ഞുമക്കൾക്ക്, സന്തതി പരമ്പരകൾക്ക് വേണ്ടിയും കൊറോണ വൈറസിന്റെ ബാധയിൽ നിന്നും ഭീതിയിൽ നിന്നും ഞങ്ങളുടെ കുടുംബങ്ങളും മക്കളും ഈ ഇടവക സമൂഹവും നാടും സുരക്ഷിതരും സംരക്ഷിതരും പരിപൂർണമായി വിമുക്തരുമായി ഭവിക്കുന്നതിന് വേണ്ടിയും രോഗഗ്രസ്തരായ ആശുപത്രികളിലും ഭവനങ്ങളിലും ചികിത്സകളിലായിരിക്കുന്ന ഓരോ ദൈവമക്കൾക്ക് വേണ്ടിയും അവരെ ചികിത്സിക്കുന്നവർക്ക്, ശുശ്രൂഷിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങളുടെ സംയുക്ത തിരുനാൾ ആഘോഷങ്ങൾ ദൈവാനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും പകർച്ചവ്യാധികളിൽ നിന്നുള്ള വിടുതലുകളിന്റെയും പരസ്പര സ്നേഹത്തിന്റെയും ദൈവാനുഗ്രഹത്തിന്റെയും ദിവസങ്ങളും വർഷങ്ങളുമായി ഭവിക്കുന്നതിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേയുടെ കാരുണ്യത്തിനും കൃപാധിക്യത്തിന് യോജിച്ച വിധം അങ്ങേ ദൈവമക്കളോടും എളിയവനായ എന്നോടും അങ്ങ് വർത്തിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്ക്, തെറ്റുകൾക്ക് തക്കവിധം ദൈവമേ അങ്ങ് ഞങ്ങളോട് പ്രവർത്തിക്കരുതേ. അങ്ങേ കൃപയാൽ യഥാർത്ഥ വിശ്വാസത്തോടെ ഞങ്ങൾ സ്വീകരിക്കുവാൻ ഒരുങ്ങുന്ന തിരുശരീരം വഴി ഞാനും ഇവരും കടങ്ങളുടെ പുറത്തേക്ക് പാപങ്ങളുടെ മോചനത്തിനും വിശുദ്ധമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യാമറിയത്തിന്റെയും വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെയും വിശുദ്ധ മാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സകല വിശുദ്ധരുടെയും പാവന സ്മരണ അങ്ങേ അവർണ്ണനയോ സമൃദ്ധവുമായി കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ സമാധാനവും ശാന്തിയും സ്നേഹവും സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യവും ഐക്യവും വിശുദ്ധിയും കൃപയും അഭിഷേകവും ഞങ്ങൾക്ക്, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക്, കുഞ്ഞുമക്കൾക്കും ഈ ഇടവയ്ക്കും അങ്ങ് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങേ പ്രിയപുത്രനായ യേശുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ നാഥന രക്ഷകനുമായി ശോഷികായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവിതായുഗവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ശബ്ദരായി ആദരവും പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ അങ്ങേ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ, കുഞ്ഞുമക്കളുടെ മേൽ, പ്രാർത്ഥനകളുടെ മേൽ, പദ്ധതികളുടെ മേൽ, ദുഃഖങ്ങളുടെ മേൽ, രോഗങ്ങളുടെ മേൽ, പകർച്ചവ്യാധികളുടെ മേൽ, ഞങ്ങളുടെ മക്കളുടെ പഠനങ്ങളുടെയും പരീക്ഷകളുടെയും അവരുടെ ഭാവിയെ കുറിച്ചുള്ള ഞങ്ങളുടെ സ്വപ്നങ്ങളുടെയും മേൽ എഴുന്നള്ളി വരട്ടെ. അങ്ങേ ദാസരിലും ഈ കുർബാനയിലൂടെ താമസിച്ച് ഞങ്ങളെ ആശീർവദിക്കുകയും വിശുദ്ധീകരിക്കുകയും പൗത്രീകരിക്കുകയും അങ്ങേ പരിശുദ്ധാത്മാ വരങ്ങളാലും ദാനങ്ങളാലും ഫലങ്ങളാലും നിറയ്ക്കുകയും നയിക്കുകയും നിയന്ത്രിക്കുകയും ബലപ്പെടുത്തുകയും അഭിഷേകം ചെയ്യുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പുറത്തേക്ക് പാപങ്ങളുടെ മോചനത്തിനും സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ തിരുനാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ അങ്ങേ കാരുണ്യത്തിനൊത്ത വിധം ഞങ്ങളോട്, ഞങ്ങളുടെ കുടുംബങ്ങളോട്, ഈ ഇടവക സമൂഹത്തോട്, ഞങ്ങളുടെ നാടിനോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവായ ദൈവമേ അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തു നിൽക്കുന്ന ഞങ്ങളെ പാപമാലിന്യങ്ങൾ കഴുകി അങ്ങേ വിശുദ്ധിയുടെയും സ്നേഹത്തിന്റെയും ദിവ്യപരിമളത്താൽ സദാ പൂരിതരാക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരും
പാപികളും ബലഹീനരുമാകുന്നു. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദിവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെയും അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ഈശോ മിശിഹായേ, അങ്ങേ തിരുനാമത്തിന് സ്തുതിയും നാഥനായ ദൈവമേ അങ്ങേക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. അനുഭവ സ്നേഹത്തിൻ നിമിഷമിത, അനുഗ്രഹമേകുന്ന സമയമിത, അപ്പത്തിൻ രൂപമായിത, ദിവ്യദാനങ്ങൾ നൽകുന്നു. അനന്തമാം ഈ സ്നേഹത്തെ ആരാധിക്കുന്നു പാരാകി, ആരാധിക്കുന്നു ദൈവമേ. ഓസ്തിയ ദിവ്യ സ്നേഹമേ, ആരാധിക്കുന്നു ദൈവമേ. ഓസ്തിയ ദിവ്യ സ്നേഹമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും അത്യാദരങ്ങളോട് സമീപിക്കാം. അനുതാപത്തിൽ നിന്നുള്ളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിലെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. ജീവനും കാരണമാകട്ടെ, എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങേ തിരുസന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെയും യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടാൻ അങ്ങ് അനുവദിക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും സൈന്യങ്ങളിൽ നിന്നും അന്ധകാര നിബിഡമായ ജീവിതത്തിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും ക്ഷുദ്രജീവികളുടെ ആക്രമണങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കുഞ്ഞുമക്കളെയും ഈ ഇടവക സമൂഹം മുഴുവനെയും അങ്ങ് കാത്തു സംരക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു,
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. വരുവിൻ, നമുക്കൊന്ന് ചേർന്ന് കർത്താവിനെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യാം. എന്തെന്നാൽ അവിടുന്ന് നമ്മുടെ വംശത്തെയും ലോകം മുഴുവനെയും ദുഷ്ടാരൂപിയിൽ നിന്നും മോചിക്കുകയും തന്റെ ശരീരരക്തങ്ങളാകുന്ന സ്വർഗീയ ദാനം നമ്മുടെ കടങ്ങളുടെ വൃദ്ധിക്കായി നൽകുകയും ചെയ്തു. നമുക്കെല്ലാവർക്കും അവിടുത്തോടു കൂടി ആയിരിക്കുകയും കർത്താവിനെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശുമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ, ഇപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവേ, അങ്ങയുടെ ശരീരരക്തങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷണമായി നൽകി അങ്ങേക്ക് അർഹമായ നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞങ്ങളുടെ നാവുകൾ അപര്യാപ്തങ്ങളാണ്. നിത്യപുരോഹിതനായ യേശു, അങ്ങേ ദാസന്മാരായ വൈദ്യർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ വിശുദ്ധ കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുത്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യ സൗഭാഗ്യത്തിന്റെ മൗഢവുമായി തീരട്ടെ. അങ്ങയുടെ കൂടെ ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ സദാ ഉത്സുരാകട്ടെ. കർത്താവേ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസിമാരെയും അൽമായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും വിശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുകുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ. ആമേൻ. അപ്പത്തിൻ രൂപത്തിൽ
സെൻഷോർ, റോസി മകൻ റോമിയോ, ചാലക്കുടി പള്ളിയുടെ വക കണ്ണം പടത്തി ജോയ്, ലില്ലി മകൾ അഞ്ജു. ഈ ഇടവക കാഞ്ഞത്തെങ്കൽ ഡേവിസ്, റോസ്ലി മകൻ ജിഫിൻ. തഴുവങ്കുന്ന് ഇടവക വട്ടക്കുടിയിൽ ജോസ്, ലീന മകൾ ജിപ്സി. വിവാഹിതരാകാൻ ഒരുങ്ങുന്ന നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ഞായറാഴ്ചയിലെ സ്തോത്ര കാഴ്ച 14,206 രൂപയായിരുന്നു. അൾത്താര ബാലസംഘത്തിൽ പുതിയതായി ചേർന്ന മക്കളുടെ കാഴ്ച സമർപ്പണം 1000 രൂപയായിരുന്നു. സെൻറ്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ് അംഗങ്ങൾ കാഴ്ച സമർപ്പണം നടത്തിയത് 4,860 രൂപയായിരുന്നു. തമ്പുരാനെ പ്രതി ദേവാലയത്തിൽ നിക്ഷേപിച്ച കാഴ്ചകൾക്ക് തമ്പുരാന്റെ നാമത്തിൽ നന്ദി പറയുകയാണ്. നമ്മുടെ ഈ കുർബാനയ്ക്ക് ശേഷം മുഴുവൻ കുടുംബ കൂട്ടായ്മ ഭാരവാഹികളുടെയും നമ്മുടെ സംയുക്ത തിരുനാൾ കൺവീനേഴ്സിൻ്റെയും ജോയിൻറ്റ് കൺവീനേഴ്സിൻ്റെയും ഒരു സംയുക്തമായിട്ടുള്ള മീറ്റിംഗ് നമ്മുടെ പാരിഷ് ഹാളിൽ വെച്ച് ഉടൻ തന്നെ ഉണ്ടാകും. നമ്മുടെ ഇടവകയിലെ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെയും അന്നമാതാവിൻ്റെയും സംയുക്തമായിട്ടുള്ള തിരുനാൾ വരുന്ന വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലാണ്. അതിൻ്റെ അമ്പുകൾ കൊണ്ടുപോകുന്നതിൻ്റെയും തിരിച്ചു കൊണ്ടുവരുന്നതിൻ്റെയും നമ്മുടെ തിരുസ്വരൂപങ്ങളുടെ പ്രദക്ഷിണത്തിൻ്റെയും അതിൻ്റെ ക്രമീകരണങ്ങളുടെയും ഒക്കെ കാര്യങ്ങൾ ചിന്തിക്കാനും തീരുമാനിക്കാനും മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള സുപ്രധാനമായിട്ടുള്ള മീറ്റിംഗ് ആയതുകൊണ്ട് എല്ലാ കുടുംബസമേളന ഭാരവാഹികളും ദയവായി അതിൽ പങ്കുചേരണമെന്ന് സ്നേഹത്തോടുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ തിരുനാളിനോടനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള നോട്ടീസ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇന്ന് കുടുംബസമേളന ഭാരവാഹികൾ ഈ നോട്ടീസും കത്തോലിക്ക സഭ പത്രവും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ വർഷമായിട്ടാണ് മാർപ്പാപ്പ ഈ വർഷം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനോടനുബന്ധിച്ച് വീടുകളിൽ സന്ധ്യാപ്രാർത്ഥനകളിൽ ചെല്ലേണ്ട പ്രാർത്ഥനകളുടെ ഒരു ലീഫ്ലെറ്റും നിങ്ങൾക്ക് ഇന്ന് കുടുംബസമേളന ഭാരവാഹികൾ വീടുകളിൽ എത്തിച്ചു തരും. അതനുസരിച്ച് കുടുംബ പ്രാർത്ഥനകളിൽ ആ ചെറിയ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ പ്രാർത്ഥനകൾ കൂടെ ഉൾപ്പെടുത്തണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ തിരുനാളിനോട് ഒരുക്കമായിട്ടുള്ള നവനാൾ കുർബാനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും കുർബാനയുണ്ട്. അഭിയന്യ പിതാവിനോട് തിരുനാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അഭിയന്യ പിതാവ് പറഞ്ഞൊരൊറ്റ കാര്യം ഇതാണ്: ആഘോഷങ്ങൾ ഉണ്ടാകുകയോ ഉണ്ടാകാതിരിക്കുകയോ അത് ഓരോ ഇടവകയിലെയും സാഹചര്യം അനുസരിച്ച് ആളുകളുടെ നിശ്ചയപ്രകാരം നടത്തിക്കൊള്ളൂ. പക്ഷേ ഈ തിരുനാളിനോടനുബന്ധിച്ച് കുടുംബങ്ങളിൽ മാസങ്ങളായി വർഷങ്ങളായി കുർബാന കാണാതെ ഇരിക്കുന്ന ആളുകൾക്ക് ഒരു പ്രാവശ്യമെങ്കിലും ദേവാലയത്തിൽ വന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ കൺസേൺ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും ഇത് തന്നെയാണ്. നമ്മൾ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ എത്രയോ മാസങ്ങളായി ദേവാലയത്തിൽ വരാതെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാതെ നമ്മൾ ഓൺലൈൻ കുർബാനയിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഇരിക്കുന്നു. അങ്ങനെയുള്ള ആളുകൾ എല്ലായിടത്തും പോകുന്നുണ്ട്, സഞ്ചരിക്കുന്നുണ്ട് പള്ളിയിലേക്ക് ഒഴിച്ച്. അതുകൊണ്ട് ഈ നവനാൾ ദിനങ്ങളിലെങ്കിലും ഈ തിരുനാളിന് ഒരു പ്രാവശ്യമെങ്കിലും ദേവാലയത്തിലൊന്ന് വിശുദ്ധ കുർബാന കാണാൻ വീട്ടിലുള്ള എല്ലാവരും ദയവായി നിർബന്ധ ബുദ്ധി പരിശ്രമിക്കണമെന്ന സ്നേഹത്തോടുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 6 മണിക്കുള്ള കുർബാനയാണ് കുർബാനയായി നമ്മൾ നടത്തുന്നത്. ബഹുമാനപ്പെട്ട അനീഷ് ചിറ്റിലപ്പള്ളി അച്ഛനാണ് ഇന്ന് നേതൃത്വം വഹിക്കുന്നത്. കുർബാന മധ്യേ നേതൃത്വം നൽകേണ്ടത് വിശുദ്ധ ഗ്രന്ഥ വായനയിൽ നടത്തേണ്ടതും കാഴ്ച സമർപ്പണം നടത്തേണ്ടതും ഇന്ന് സെൻറ്റ് ജോർജ് സെൻറ്റ് ഗോൺസാല യൂണിറ്റിലെ അംഗങ്ങളാണ്. നാളെ തിങ്കളാഴ്ച വൈകിട്ട് 6 മണിക്കുള്ള കുർബാനയ്ക്ക് സെൻറ്റ് ഇഗ്നേഷ്യസ് സെൻറ്റ് ജോസഫ് യൂണിറ്റിലെ അംഗങ്ങളാണ് കുർബാനയിൽ പങ്കെടുക്കേണ്ടതും പ്രധാനമായി പങ്കെടുക്കേണ്ടത് കാഴ്ച സമർപ്പണം നടത്തേണ്ടതെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാ ദിവസവും രാവിലെ കുർബാനയുണ്ട്. രാവിലെ കുർബാനയ്ക്ക് വരാൻ പറ്റാത്തവർ വൈകിട്ടുള്ള കുർബാനയ്ക്ക് വരാൻ ശ്രമിക്കണം. ഞാനൊക്കെ മുമ്പുണ്ടായിരുന്ന എല്ലാ ഇടവകളിലും കണ്ടിരുന്നൊരു കാര്യം, ചിലർക്ക് രാവിലെ കുർബാനയ്ക്ക് വരാൻ സാധിക്കില്ല. അങ്ങനെയുള്ളവർ വൈകുന്നേരം കുർബാന വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാവരും ഓടി വരും വൈകിട്ടുള്ള കുർബാനയിൽ പങ്കെടുക്കാൻ. അങ്ങനെയെങ്കിലും അന്നെങ്കിലും എനിക്ക് കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കല്ലോ എന്ന സന്തോഷം കൊണ്ട്. പക്ഷെ ഇവിടെ ചിലപ്പോഴെങ്കിലും വൈകുന്നേരമുള്ള കുർബാന, രാവിലെ നമുക്ക് ജോലിക്ക് കൊണ്ട് തിരക്കാണ്, ഭക്ഷണം തയ്യാറാക്കണം, മക്കൾക്ക് ക്ലാസ്സുകളുണ്ട്.
വൈകുന്നേരം എത്രയോ നമുക്ക് എല്ലാം കഴിഞ്ഞു. നമുക്ക് വൈകുന്നേരം 6 മണിക്കാണ് കുർബാന. വേണമെങ്കിൽ വരാമെന്നല്ല, തീർച്ചയായും വരാം. പക്ഷേ അതിന് നമ്മുടെ ദൈവമക്കൾ അങ്ങനെ മുതിരാറില്ല, ഇതൊരു ഗൗരവമായിട്ട് എടുക്കാറില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും വിശുദ്ധ കുർബാന വളരെ പ്രധാനപ്പെട്ടതാണ്. വിശുദ്ധ കുർബാനയിലൂടെയുള്ള ശക്തി നമ്മുടെ കുടുംബങ്ങളുടെ ശക്തി തന്നെയാണ്. ഞാനെന്നും പറയാറുണ്ട്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് എല്ലാ ദിവസവും ഒരാളെങ്കിലും, കാരണം ഒരാളെങ്കിലും കുർബാനയ്ക്ക് വന്നാൽ ആ ആൾക്ക് വേണ്ടി മാത്രമല്ലല്ലോ പ്രാർത്ഥിക്കുക. തീർച്ചയായും വീട്ടിലുള്ള അമ്മച്ചനും അമ്മച്ചിക്കും സഹോദരങ്ങൾക്കും ഭാര്യയ്ക്കും മക്കൾക്കും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടുള്ള എല്ലാവർക്കും വേണ്ടി ആ കുർബാനയിൽ പ്രാർത്ഥിക്കും. അതുകൊണ്ട് എല്ലാ ദിവസവും എല്ലാ കുടുംബങ്ങളിൽ നിന്നും ഒരാളെങ്കിലും ദേവാലയത്തിൽ വന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിരുന്നെങ്കിൽ എത്രയോ അഭിഷേകം ഉണ്ടാകുമായിരുന്നെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. നിങ്ങൾ നല്ല മനസ്സോടുകൂടെ ഈ നവനാൾ കുർബാനകളിലും പെരുന്നാളിനോടനുബന്ധിച്ചുള്ള വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം എന്ന് സ്നേഹത്തോടെ അപേക്ഷിക്കുകയാണ്. നമ്മുടെ ഇടവകയിൽ ഇതുവരെ 57 പേര്, എനിക്ക് കൃത്യമായി കിട്ടിയ കണക്കനുസരിച്ചാണ് ഞാൻ പറയുന്നത്, ഇതിനെ ഞാൻ അറിയാതെ പോയിട്ടുള്ള ആളുകളുണ്ടോ എന്നറിയില്ല. 57 പേർക്കാണ് ഇതുവരെ കോവിഡ് ബാധിതരായത്. തൃശ്ശൂർ അതിരൂപതയിൽ കഴിഞ്ഞ ദിവസം സാന്ത്വനം പുറത്തിറക്കിയ കണക്കനുസരിച്ച് തൃശ്ശൂർ രൂപതയിൽ 242 പള്ളികളുണ്ട്, ചെറിയ പള്ളികളടക്കം. അതിൽ 74 പള്ളികളിൽ ഒഴിച്ച് ബാക്കി എല്ലാ പള്ളികളിലും കോവിഡുമായി ബന്ധപ്പെട്ട് ഒരു മരണമെങ്കിലും സംഭവിച്ചിട്ടുള്ള ഇടവുകളാണ്. ഒരു മരണം സംഭവിച്ച ഇടവുകളുണ്ട്, 3-4 മരണം സംഭവിച്ച ഇടവുകളുണ്ട്. പക്ഷേ സംഭവിക്കാത്ത 74 പള്ളികളാണുള്ളത്. അതിൽ നമ്മുടെ പള്ളിയുമുണ്ട്. നമുക്ക് 57 പേർക്ക് ഈ കോവിഡ് ബാധ ഉണ്ടായിട്ടും ഒരാളെ പോലും മരണപ്പെടാതെ കാത്ത തമ്പുരാനോട് നമുക്ക് നന്ദി പറയാം. നമ്മൾ ഈ കോവിഡ് വന്ന സമയം മുതൽ നമ്മുടെ വിശുദ്ധ കുർബാനയിൽ എല്ലാ ദിവസവും കോവിഡ് ബാധിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, അതിൽ നിന്ന് സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ജൂലൈ മാസത്തിൽ നമ്മൾ അന്നമാതാവിൻ്റെ തിരുസ്വരൂപം കൊണ്ട് നമ്മുടെ ഇടവകയിൽ മുഴുവനും നമ്മൾ പോയി പ്രാർത്ഥിക്കുകയും ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇനി ഈ അമ്പുതിരുനാളിന് നമ്മൾ പകർച്ചവ്യാധിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള സ്വർഗീയ മധ്യസ്ഥനായിട്ട് ലോകമാസകലം ആചരിക്കുകയും അനുസ്മരിക്കുകയും പ്രാർത്ഥിക്കുകയും മധ്യസ്ഥത വഹിക്കുകയും ചെയ്യുന്ന വിശുദ്ധനാണ് വിശുദ്ധ സെബസ്ത്യാനോസ് മുരുവാളൻ. അതുകൊണ്ട് ഈ തിരുനാളിനെ ഗൗരവമായി നിങ്ങൾ എടുക്കണമെന്ന് സ്നേഹത്തോടുകൂടെ ഞാൻ അപേക്ഷിക്കുകയാണ്. നമ്മുടെ തിരുനാളിനോടനുബന്ധിച്ച് 2 പ്രാവശ്യമാണ് നമുക്ക് ഈ വിശുദ്ധനുമായിട്ടുള്ളൊരു സമ്പർക്കത്തിന് നമുക്ക് സാധ്യതയുള്ളത്. ഒന്ന്, അടുത്ത ശനിയാഴ്ച രാവിലെ 6:30 കുർബാനയ്ക്ക് ശേഷം ഓരോ യൂണിറ്റിലെയും കുടുംബസമ്മേളന ഭാരവാഹികളുടെ കയ്യിൽ നമ്മൾ ഓരോ വീട്ടിലേക്കും ഓരോ അമ്പും ഓരോ കൊടയും നമ്മൾ കൊടുത്തയക്കും. നമ്മൾ ബാരിസെറ്റിൻ്റെ അകമ്പടിയോടുകൂടെ നമ്മൾ ഇറക്കി കൊടുക്കും. അത് വാഹനങ്ങളിലും മറ്റും ഭവ്യമായും ശ്രേഷ്ഠമായും വീടുകളിലേക്ക് കൊണ്ടുപോയി കുടുംബസമ്മേളന ഭാരവാഹികൾ അത് വിതരണം ചെയ്യും. അത് വീടുകളിൽ എത്തുമ്പോൾ ഒരു ദിവസം മുഴുവനും അമ്പത്ത് കാണും. മുമ്പ് നമുക്ക് ഇത്രയ്ക്ക് ടെൻഷൻ്റെ കാര്യമില്ല, കാരണം അമ്പ് വന്ന് കയറ്റി അമ്പ് അപ്പം തന്നെ ഇറങ്ങിപ്പോയി. ഇതങ്ങനെയല്ല. അമ്പ് നമ്മുടെ വീട്ടിലേക്ക് രാവിലെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം സമയക്രമം അനുസരിച്ചാണ് പിന്നീട് അമ്പ് വീട്ടിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോരുന്നത്. അപ്പോൾ നമ്മുടെ വീടുകളിൽ ഒന്ന് മാറമ്പിലേക്ക് തട്ടി നമ്മൾ ഒന്ന് നന്നായി അലങ്കരിച്ച് പൂക്കളൊക്കെ ഒന്ന് വെച്ച് തിരിയൊക്കെ കത്തിച്ചു വെച്ച് ചന്ദനത്തെനിക്കൊക്കെ കുത്തിച്ചു വെച്ച് അതുപോലെ തന്നെ ഒരു മേശ ഒന്ന് വെള്ളത്തുണിയൊക്കെ ഇട്ടൊന്ന് അലങ്കരിച്ച് അവിടെ ഒരു നല്ല ഒരു വിരിയൊക്കെ ഇട്ട് ഒരു നല്ലൊരു പ്ലേറ്റിൽ വിരിയൊക്കെ ഇട്ട് അതിൽ അമ്പ് വെച്ച് ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മുടെ വീട്ടിൽ അമ്പിരിക്കുകയാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള പരിഭാവനത്വം വീട്ടിലുണ്ടാകണം. കാരണം നിങ്ങളതിനെ നിസ്സാരവൽക്കരിച്ചാൽ അത് നിസ്സാരമല്ല എന്ന വലിയ ബോധ്യം എനിക്കുണ്ട്. കുറേ പേരുടെ സാക്ഷ്യങ്ങളുണ്ട്. അതുകൊണ്ട് അമ്പെന്ന് പറയുന്നത് ഉച്ചമായി നമ്മൾ അത് പരികർമ്മം ചെയ്യണം. കാരണം തൻ്റെ ജീവിതം അമ്പുകളേറ്റിട്ടും വിശ്വാസം കൈവിടാതെ ദൈവത്തിന് യേശുവിനെ സാക്ഷ്യം വഹിച്ച ഒരു വിശുദ്ധൻ്റെ മരണത്തിന് അവൻ വിശ്വാസം കാത്തു സംരക്ഷിച്ച വലിയ കാര്യമാണ് അമ്പെന്ന് പറയുന്നത്. അത് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ വചനം പറയുന്നുണ്ട്, ഭൂമിയിൽ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയുന്നു. അമ്പിലൂടെ തൻ്റെ പിതാവായ ദൈവത്തെ ഏറ്റുപറഞ്ഞ യേശുവിനെ
വിശുദ്ധരെ, വിശുദ്ധ സെബസ്ത്യാനോസിന് സ്വർഗത്തിൽ ദൈവം മഹത്വപ്പെടുത്തുന്ന ഏറ്റുപറയുന്ന പ്രക്രിയയാണ് അനുഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന അത്ഭുതങ്ങൾ. അതുകൊണ്ട് അതൊരു പൂജ്യമായി സൂക്ഷിക്കണം. അപ്പം അമ്പ് നമ്മുടെ വീട്ടിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉള്ളപ്പോൾ ഒരു കാരണവശാലും അമ്പ് അവിടെ വെച്ചിരിക്കുകയാണ് അനാഥപ്രേതം പോലെ. വീട്ടിൽ ടി വി വെച്ച്, വീട്ടിൽ സിനിമാ പാട്ട് വെച്ച്, വീട്ടിൽ വഴക്ക് കൂടി, ആ രൂപത്തിന്റെ മുമ്പിൽ തന്നെ ഇരുന്ന് വന്ന ബന്ധുക്കളായിട്ട് മദ്യപിച്ച്, അങ്ങനെ ഒന്നും തന്നെ പൂജ്യതയ്ക്കും ഭക്തിക്കും വിശ്വാസത്തിനും അതിനെ മോശമാക്കുന്ന ഒന്നും നമ്മുടെ വീട്ടിൽ ഉണ്ടാകാതെ നോക്കണം. ഒരു കൊടയും അമ്പുമാണ് നമുക്ക് ലഭിക്കുക. കൊട വീടിൻ്റെ മുമ്പിൽ ഗേറ്റിൽ നമ്മുടെ കുഞ്ഞുവാളനെ വരവേറ്റുകൊണ്ട് അത് കുത്തണം, കെട്ടിവെക്കണം. എല്ലാ വീടുകളുടെ മുമ്പിലും ഗേറ്റിൽ കുത്തിവെക്കണം. നമുക്ക് സൗകര്യമുള്ളിടത്ത് കുത്തിവെക്കണം. വൈകിട്ട് 3:30 മുതലാണ് അമ്പുകൾ കയറി തുടങ്ങുക. ഓരോ യൂണിറ്റിൻ്റെയും സമയക്രമം അനുസരിച്ച് ആ കൊട അഴിച്ച് ആ അമ്പ് ഭക്തിപൂർവ്വം നമ്മൾ ദേവാലയത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. കൊണ്ടുപോകുന്നത് കുടുംബസമ്മേളന ഭാരവാഹികളും നിങ്ങൾ ചേർന്നാണെങ്കിൽ കൊണ്ടുവരുന്നത് അതാത് കുടുംബത്തിലുള്ളവരാണ്. അപ്പോൾ ഒരാൾ അമ്പ് പിടിക്കാൻ വേണം, ഒരാൾ കൊട പിടിക്കാൻ വേണം. നമ്മൾ 10 പേര് 10 വീതമുള്ള ചെറിയ ചെറിയ വരികളായിട്ടാണ് നമ്മൾ കുടുംബസമ്മേളനത്തിൽ നിന്ന് പോരുന്നത്, ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത്. ദേവാലയത്തിലേക്ക് കയറുമ്പോൾ ബാൻഡ്സെറ്റിൻ്റെ അകമ്പടിയോടുകൂടെ ദേവാലയത്തിൽ നിന്ന് സ്വീകരിച്ച് ദേവാലയത്തിൽ വലം വെച്ച് ദേവാലയത്തിനകത്തേക്ക് കയറിയാണ് നമ്മൾ അമ്പ് ദേവാലയത്തിൽ തിരിച്ചേൽപ്പിക്കുന്നത്. എല്ലാവരും ഇതിൽ പങ്കുചേരണമെന്ന് സ്നേഹത്തോടുകൂടെ ഞാൻ അപേക്ഷിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ പൂജിതയ്ക്ക് നിരക്കാത്തതൊന്നും അന്നുണ്ടാകാതിരിക്കാൻ, അമ്പ് കയറ്റി നമ്മുടെ കുടുംബത്തിൽ ദുരന്തം ഉണ്ടാകാൻ ഇടവരാതിരിക്കാൻ, അമ്പ് കയറ്റി നമ്മുടെ കുടുംബം അനുഗ്രഹമാകാൻ, പകർച്ചവ്യാധിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ ഇടവരത്തക്ക വിധത്തിൽ നമ്മുടെ വീട്ടുകളെ പൂജ്യമായി കൈകാര്യം ചെയ്യണമെന്ന് സ്നേഹത്തോടുകൂടെ ഞാൻ അപേക്ഷിക്കുകയാണ്. അപ്പോൾ അടുത്ത വരുന്ന വെള്ളിയാഴ്ചയാണ് പ്രസിദ്ധേന്തി വാഴ്ച. വലിയൊരു സന്തോഷമുള്ളത്, ഇപ്രാവശ്യം പ്രസിദ്ധേന്തി വാഴ്ചയ്ക്ക് നമ്മൾ ആളുകളെ സമീപിക്കുമ്പോൾ നമ്മൾ 5000 രൂപയാണ് വാങ്ങിയിരുന്നത്. അത് 2000 രൂപയ്ക്ക് ആക്കി. കാരണം പ്രത്യേക സാഹചര്യമാണ്, ആളുകളുടെ കയ്യിൽ സാമ്പത്തിക ഞെരുക്കങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ടും കൈക്കാരന്മാർ, കമ്മിറ്റി അംഗങ്ങളും കുടുംബസമ്മേളന ഭാരവാഹികളും വീടുകളിലൂടെ പോയപ്പോൾ 150-ലധികം ആളുകൾ നല്ല മനസ്സോടുകൂടെ പ്രസിദ്ധേന്തിമാരാവുകയുണ്ടായി. ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. അതിനുവേണ്ടി ത്യാഗം ചെയ്ത കൈക്കാരന്മാരെയും കുടുംബസമ്മേളന ഭാരവാഹികളെയും തിരുനാൾ കമ്മിറ്റി അംഗങ്ങളെയും ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. നിങ്ങളുടെ നല്ല മനസ്സോടെ നിങ്ങൾ പ്രസിദ്ധേന്തിമാരായതിനും ഞാൻ നന്ദി പറയുകയാണ്. ഇപ്പോൾ വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് പ്രസിദ്ധേന്തി വാഴ്ചയാണ്. എല്ലാവരും പ്രസിദ്ധേന്തി വാഴ്ചയ്ക്ക് ദേവാലയത്തിൽ വരണം. അടുത്ത വെള്ളിയാഴ്ച പ്രസിദ്ധേന്തി വാഴ്ചയ്ക്ക് വരണം. അന്ന് പ്രസിദ്ധേന്തി വാഴ്ച അതിനുശേഷം നമ്മൾ ദേവാലയത്തിൽ ഇല്യൂമിനേഷൻ സ്വിച്ച് ഓൺ കർമ്മമാണ്. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ ദേവാലയത്തിൽ വെച്ചിരിപ്പ് കഴിഞ്ഞിട്ട് നവീകരിച്ച പള്ളിയുടെ ഇത് നമുക്കൊരു മനോഹരമായ ദീപാലങ്കാരങ്ങളൊന്നും നടത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ സാമാന്യം തരക്കേടില്ലാത്ത ഇല്യൂമിനേഷൻ നടത്തുന്നുണ്ട്. അത് വെള്ളിയാഴ്ച വൈകിട്ട് 7:30 മണിക്കാണ് നമ്മൾ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുമ്പോൾ 6 മണിക്കുള്ള പ്രസിദ്ധേന്തി വാഴ്ചയ്ക്ക് നിങ്ങൾ വന്ന് കുർബാനയിലും പ്രസിദ്ധേന്തി വാഴ്ചയിലും പങ്കുചേർന്ന് സ്വിച്ച് ഓൺ കർമ്മം കണ്ടതിന് ശേഷം നമുക്ക് ഭവനത്തിലേക്ക് പോകാം. ശനിയാഴ്ച രാവിലെ ഒരു കുർബാനയേ ഉള്ളൂ. അത് രാവിലെ 6:30 മണിക്കാണ്. ആ കുർബാനയിൽ കുടുംബസമ്മേളനത്തിൽ മുഴുവൻ ഭാരവാഹികളും പങ്കുചേരണം. അവർ പങ്കുചേർന്നതിന് ശേഷം യൂണിറ്റ് വൈസിൽ നമ്മൾ അമ്പുകളും കൊടകളും കൊടുക്കും. അത് ബാൻഡ്സെറ്റിൻ്റെ അകമ്പടിയോടുകൂടെ നമ്മൾ ഇറക്കി കൊടുക്കും. മടങ്ങി വരുമ്പോൾ ബാൻഡ്സെറ്റിൻ്റെ അകമ്പടിയോടുകൂടെ ദേവാലയത്തിൽ ചുറ്റി ഓരോ യൂണിറ്റിനെയും സ്വീകരിക്കുകയും ചെയ്യും. അതങ്ങനെയാണ് അന്നത് ക്രമീകരിക്കണം. പിന്നെ നമ്മുടെ വീടുകളിലൊക്കെ ദീപാലങ്കാരങ്ങൾ നമ്മൾ ചാർത്തണം. ഈ പ്രാവശ്യം നമ്മൾ വഴികളിലൊന്നും ലൈറ്റ് മാലയിടുന്നില്ല, ചെലവ് ചുരുക്കലിൻ്റെയും സാമ്പത്തിക ഞെരുക്കത്തിൻ്റെയും പശ്ചാത്തലത്തിൽ. അതുകൊണ്ട് എല്ലാ വീടുകളും, ഞാൻ ചില ഇടവുകളിൽ പെരുന്നാളിന് പോയപ്പോൾ എല്ലാ വീടുകളുടെ മുമ്പിലും മാല ബൾബുകളൊക്കെ ഇട്ട് പെരുന്നാളിനെയും കുഞ്ഞുവാളിനെയും വരവേൽക്കാനായിട്ട് മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. നിങ്ങളങ്ങനെ ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. ഞായറാഴ്ച 4 കുർബാനകളാണ് നമുക്കുള്ളത്. രാവിലെ 6:30 മണിക്ക്, 8:30 മണിക്ക്, 10:30 മണിക്ക് ആഘോഷമായിട്ടുള്ള കുർബാന. നമ്മൾ ഭജന സന്ദേശത്തിനും പാട്ടുകുർബാനയ്ക്ക് നല്ല അച്ഛന്മാരൊക്കെയാണ് ക്ഷണിക്കുന്നത്. പത്രയ്ക്കുള്ള കുർബാനയ്ക്ക് സംഭവിക്കുന്ന ഒരു പ്രതിഭാസം ഇതാണ്, ആ കുർബാനയ്ക്കായിരിക്കും ഏറ്റവും കുറവ് ആളുകൾ ഉണ്ടാകുക. അതുകൊണ്ട് എല്ലാ സംവിധാനങ്ങളും ഒരുക്കി ഏറ്റവും നല്ലൊരു കുർബാന, ഏറ്റവും നല്ലൊരു പ്രസംഗവും ഒക്കെ വെച്ചാൽ ആ കുർബാനയ്ക്ക് ആളുണ്ടാകാറില്ല.
നമ്മുടെ ഇടവകയിൽ അങ്ങനെ പാടില്ല. 6:30-ക്കുള്ള കുർബാനയ്ക്ക് ഭക്ഷണമൊക്കെ പാചകം ചെയ്യാനുള്ളവർക്ക് വന്നുകൊള്ളൂ. 8:30-ക്കുള്ള കുർബാനയ്ക്ക് കുഞ്ഞുമക്കളെ പ്രധാനമായിട്ട് പറഞ്ഞയച്ചുള്ളൂ. അവരൊക്കെ വരട്ടെ, അവരൊക്കെ പ്രാർത്ഥിക്കട്ടെ, അവർ ദേവാലയത്തിൽ വന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കട്ടെ, അവരൊക്കെ പെരുന്നാൾ കണ്ട് പഠിക്കട്ടെ, നമ്മുടെ പാരമ്പര്യങ്ങൾ അവർക്ക് കൈമാറാനിട വരട്ടെ. അതുകൊണ്ട് 8:30-ക്കുള്ള കുർബാനയ്ക്ക് മക്കൾ വിടാൻ ശ്രമിക്കുക. അതിന് നിർബന്ധമൊന്നുമില്ല. ഇനി 10:30-ക്കാണ് നിങ്ങൾ വരുമ്പോൾ മക്കളെ കൊണ്ടുവരുന്നെങ്കിൽ വെല്ലം. പിന്നെ വൈകിട്ട് ഉച്ചതിരിഞ്ഞ് 3:30 മണിക്കാണ് അടുത്ത കുർബാന. ആ 3:30-യുടെ കുർബാനയ്ക്ക് ശേഷമാണ് നമ്മുടെ ഇടവകയിൽ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ള 3 തിരുസ്വരൂപങ്ങൾ നമ്മുടെ യൂണിറ്റുകളിലൂടെ, നമ്മുടെ ഭവനങ്ങളുടെ മുമ്പിലൂടെ നമ്മൾ വിളിച്ചു കൊണ്ടുപോകാൻ പോവുകയാണ്. പ്രത്യേകമായിട്ടുള്ള തേരിലാണ് നമ്മൾ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ അന്നമാതാവിൻ്റെയും സെബസ്ത്യാനോസ് പുണ്യവാളൻ്റെയും തിരുസ്വരൂപം നമ്മൾ കൊണ്ടുപോകുന്നത്. നമ്മൾ അന്നമാതാവിൻ്റെ തിരുസ്വരൂപ പ്രയാണത്തിന് ശേഷം നമ്മുടെ ഇടവകയിലൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, സാക്ഷ്യം പോലെ പറഞ്ഞു കഴിഞ്ഞാൽ, കോവിഡൊക്കെ അണ്ടർ കൺട്രോളായിരുന്നു. അപ്പോൾ വീണ്ടും നമ്മുടെ പല വീടുകളിലും കോവിഡുകൾ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. കോവിഡ് രോഗികളായിട്ടുള്ളവരുണ്ട്, നിരീക്ഷണത്തിലുള്ളവരുണ്ട്, ഭയപ്പാടിൽ കഴിയുന്നവരുണ്ട്. അതുകൊണ്ട് നമ്മൾ പൂജ്യമായി വിശുദ്ധ ഔസേപ്പിതാവിൻ്റെയും സെബസ്ത്യാനോസിൻ്റെയും അന്നമാതാവിൻ്റെയും തിരുസ്വരൂപം 3 രൂപങ്ങൾ തേരിലാക്കി നമ്മൾ പ്രദക്ഷിണമാണ്. പ്രദക്ഷിണത്തിന് നമുക്ക് ഈ പ്രാവശ്യം അണിനിരക്കാനോ അതിലൂടെ സഞ്ചരിക്കാനോ സാധിക്കില്ല. അതിന് പകരം നമ്മൾ ഓരോ യൂണിറ്റുകളിലൂടെയും വരുമ്പോൾ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ തിരികൾ കത്തിച്ചു വെച്ച്, സാധിക്കുമെങ്കിൽ ഒരു ചെറിയ മേശയിട്ട് അവിടെ കുരിശിട്ട് വെച്ച്, ചന്ദനത്തിരി കത്തിച്ചു വെച്ച്, വീടുകളിൽ പടക്കം പൊട്ടിച്ച്, ദീപാലങ്കാരങ്ങളൊക്കെ നടത്തി മനോഹരമാക്കി നമ്മൾ സ്വീകരിക്കണം. അന്നമാതാവിൻ്റെ തിരുസ്വരൂപം കൊണ്ടുപോയപ്പോൾ എനിക്ക് ചിലയിടങ്ങളിൽ, കുറേ ഇടങ്ങളിൽ ഉണ്ടായൊരു സങ്കടം എന്താണെന്നറിയും. നമ്മുടെ അന്നമാതാവിൻ്റെ തിരുസ്വരൂപം കൊണ്ട് കാറിൽ പോവാണ്. മുകളിൽ ഞാനാണിത് പിടിച്ചിരിക്കണത്. അപ്പോൾ കൊടയുടെ കാല് താങ്ങണം, ഈ രൂപം പിടിക്കണം, ഓരോ കട്ടറിൽ ചാടുമ്പോൾ താഴോട്ട് പോകാതെ നോക്കണം, ഗ്ലാസ്സുമ്പോൾ മുട്ടാണ്ട് നോക്കണം. അത് 4 മണിക്കൂറോളാണ് ഞാൻ പിടിച്ചത്. എനിക്ക് സന്തോഷമായി, കാരണം അന്നമാതാവിന് ഇത്ര സമയം പിടിച്ച് പ്രാർത്ഥിക്കാനുള്ള ഭാഗ്യം കിട്ടിയ സമയമായതുകൊണ്ട്. പക്ഷെ എന്നെ സങ്കടപ്പെടുത്തിയത്, കുറേ മേഖലകളിലൂടെ പോയപ്പോൾ ഒരു കൊച്ചുകുട്ടി പോലും കാത്തു നിൽക്കണില്ല. വഴിക്കോടെ പോണ ആൾക്കാർ, ഈ അച്ഛനും പണിത്തൊഴിലില്ലാണ്ട് ഇതെല്ലാം കൊണ്ടുപോകണ്ടില്ലെന്ന് തട്ടി വെച്ച് കൊണ്ടുകൂടെ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരിങ്ങനെ നോക്കട്ടെ. നമ്മുടെ കുടുംബക്കാർ ആരും പുറത്തേക്ക് ഇറങ്ങുകയോ സ്വീകരിക്കുകയോ കൈകൂപ്പി നിന്ന് പ്രാർത്ഥിക്കുകയോ നമ്മുടെ വീടിൻ്റെ മുന്നിൽ അന്നമാതാവിൻ്റെ തിരുസ്വരൂപം കൊണ്ടുപോയില്ലേ. ചില സ്ഥലങ്ങളിൽ ഒരാൾ പോലും ഇല്ലാതെ ഞങ്ങൾ പോയി. അത് അവിടെ ചെന്നപ്പോഴുള്ള വിഷമം എന്ന് പറയുന്നത്, വണ്ടി തിരിയാത്ത സ്ഥലങ്ങൾ. ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ രൂപം കൊണ്ടുപോകണമെന്ന് ചാടി പിടിച്ച കുടുംബസമ്മേളന ഭാരവാഹികളുണ്ടായിരുന്നു, ആളുകളുണ്ടായിരുന്നു. പക്ഷേ വീടിൻ്റെ മുന്നിൽ പോയപ്പോൾ ആൾക്കാരും ഉണ്ടായിരുന്നില്ല, ഭാരവാഹികളുണ്ടായില്ല. ചില യൂണിറ്റുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരാളെ പോലും കാണാതെ എത്രയോ ദൂരം ഈ രൂപം പിടിച്ചു പോയി. ഞങ്ങൾ അവസാനം അത് റോഡ് ഷോർട്ട് കട്ട് അടിച്ച് പോകാനുള്ള സ്ഥലം. സംഗതിത്തിന് നേരം വൈകി എന്നത് ശരിയാണ്, കാരണം നമുക്ക് സമയം പറഞ്ഞ സമയത്ത് തിരിക്കാനൊന്നും സാധിച്ചില്ല. ചില സ്ഥലങ്ങളിൽ കുറേ സമയമെടുത്ത് തിരിക്കേണ്ടി വന്നു. കാരണം ഭാരവാഹികൾ പറഞ്ഞു അതിക്കൂടെ വണ്ടി പോകുന്നു, ആളുകൾ പറഞ്ഞു അതിക്കൂടെ എന്തായാലും പോകണം. പക്ഷേ വണ്ടി തിരിക്കുന്നിടത്ത് നോക്കാൻ പോലും ഒരാളുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ തിരുസ്വരൂപം 2 ഭാഗത്തേക്ക് 2 തേരിലായിട്ടാണ് പോണത്. അവിടെ വരുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ കുടുംബ കൂട്ടായ്മയിലൂടെ കടന്നു പോകുന്ന സമയത്ത് നിങ്ങളുടെ കുടുംബ കൂട്ടായ്മയിലുള്ള എല്ലാവരും വീടിന് മുമ്പിൽ ഇറങ്ങി നിൽക്കണം. ഭാരവാഹികൾ വഴി തെളിക്കാനും വഴിയിലൂടെ ഈ വാഹനത്തിന് കടന്നു പോകാനുള്ള സജ്ജീകരണം ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ നിന്ന് 10-25 പടക്കക്കൊലകൾ കൊടുക്കുന്നുണ്ട്, അതൊക്കെ പൊട്ടിക്കണം. അതുപോലെ തന്നെ നമ്മൾ വീടുകളുടെ മുമ്പിൽ തിരികെത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കാൻ മക്കളും പ്രായമായവരും, നിങ്ങൾക്ക് ഒരുപക്ഷെ പ്രായമായവർക്ക് പള്ളിയിൽ വരാൻ പ്രശ്നങ്ങളുണ്ടാകും, പക്ഷെ അവർക്ക് അവരുടെ വീടിൻ്റെ മുന്നിലൂടെ പോകുമല്ലോ. നമുക്ക് വണ്ടി പോകാൻ പറ്റുന്ന മിക്കവാറും എല്ലാ സ്ഥലത്തുകൂടെയും നമ്മൾ തിരുസ്വരൂപം കൊണ്ടുപോകുന്നുണ്ട്, ഈ പ്രദക്ഷിണം കൊണ്ടുപോകുന്നുണ്ട്. അപ്പം നിങ്ങൾ വീടിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കണം, അലങ്കരിച്ച് തിരികെത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കണം. എനിക്ക് ഏറ്റവും കൂടുതൽ അന്നമാതാവിൻ്റെ തിരുസ്വരൂപം കൊണ്ടുപോയപ്പോൾ എൻ്റെ മനസ്സിൽ ഇന്നും എന്നും ഏറ്റവും വളരെ സന്തോഷത്തോടു കൂടെ നിൽക്കുന്ന സ്ഥലം ഏതാണെന്നറിയുമോ? നമ്മുടെ സെൻറ് മാർട്ടിൻ യൂണിറ്റിലെ തൃക്കുമാരകുളം കോളനിക്കോടെ പോയ സമയത്ത് ഞാൻ ആലോചിക്കുവാണ്, നമ്മുടെ ആളുകൾ പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെയുള്ള ഹൈന്ദവരായിട്ടുള്ള
മനുഷ്യർ എത്ര പേരാണ് തിരി കത്തിച്ച് പൂക്കൾ വിതറി, എത്ര പേരാണ് നേർച്ചിട്ടത്. അവർക്ക് അച്ഛൻ്റെ കയ്യിൽ തന്നെ തരണം. ഒരു കൈ കൊണ്ട് രൂപം പിടിച്ച് മറ്റേ കൈ കൊണ്ട് അച്ഛേച്ചി അച്ഛ മാതാവിനുള്ള നേർച്ചയോ വാങ്ങച്ച പ്ലീസ് അച്ഛ. എത്ര പേര്, ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ കടന്നു പോകാൻ സമയമെടുത്തത് അവിടെയാണ്. കാരണം അവിടെയുള്ള ഹൈന്ദവ സഹോദരങ്ങൾ അവർ നമ്മുടെ അന്നമാതാവിൻ്റെ തിരുസ്വരൂപം കൊണ്ടുവരുമ്പോൾ നൽകിയ രാജകീയമായ സ്വീകരണം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കഴിഞ്ഞ പ്രാവശ്യം അവരാണ് രാജകീയ സ്വീകരണം നൽകിയത്. ഇപ്രാവശ്യം നമുക്ക് നമ്മുടെ തിരുസ്വരൂപങ്ങൾക്ക് രാജകീയമായ സ്വീകരണം നൽകണം. അതുപോലെ തന്നെ ഞാൻ ചിന്തിച്ചു, കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കാറ് മാത്രം അനാഥപ്രേതം പോലെ ഇങ്ങനെ പോവാണ്. അതിൻ്റെ മുമ്പിൽ ഒരു 10 മോട്ടോർ സൈക്കിളിൽ നമ്മുടെ ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ എത്രയോ മനോഹരമായിരുന്നു. ചില പള്ളികളിലൊക്കെ തിരുസ്വരൂപം പ്രദക്ഷിണം നടത്തുമ്പോൾ അതിൻ്റെ മുമ്പിൽ പേപ്പർ ഫ്ലാഗൊക്കെ വെച്ച് ഒരു 10-20 മോട്ടോർ സൈക്കിളിൽ ആളുകൾ മുമ്പിൽ പോവുകയാണ്. അപ്പോൾ അവർ വരുന്ന കാണുമ്പോൾ തന്നെ ഒരു രാജകീയ വരവാണ്. അപ്പം അതുകൊണ്ട് ഓരോ കുടുംബ സമ്മേളനത്തിൽ നിന്നും 2 പേരെങ്കിലും മോട്ടോർ സൈക്കിളുമായിട്ട് ഈ പ്രദക്ഷിണത്തിൻ്റെ കൂടെ ഫുൾ ടൈം ഉണ്ടാകും. ചില സ്ഥലങ്ങളിലൊക്കെ തുടക്കത്തിലുണ്ടായി, പിന്നെ അവരെ കാണാനില്ല, അവർ പോയി കഴിഞ്ഞു. അങ്ങനെയല്ല, ആദ്യം മുതൽ അവസാനം വരെ തിരുസ്വരൂപത്തിൻ്റെ കൂടെ ഇത് ഉണ്ടാകുന്ന വിധത്തിൽ ക്രമീകരിക്കണം. ഇനിയും നമ്മൾ 1000 രൂപ വെച്ചാണ് തിരുനാൾ പണമായിട്ട് നമ്മൾ വീടുകളിൽ നിന്ന് ശേഖരിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതിതുവരെയും ശേഖരിക്കാത്തവരും കൊണ്ടുവന്ന് തരാത്തതായിട്ടുള്ള കുടുംബ കൂട്ടായ്മകളുണ്ട്. ഇന്ന് തന്നെ അത് ശേഖരിച്ച് ദയവായി കൊണ്ടുവന്ന് തരണം. അതുപോലെ എത്ര വീടുകളിലേക്ക് അമ്പ് വേണം, കൊട വേണം എന്നുള്ളതിനെ ലിസ്റ്റ് തരണമെന്ന് പറഞ്ഞിരുന്നു. ഒരു 7 യൂണിറ്റുകൾ അത് കൊണ്ടുവന്ന് തന്നു. 8 യൂണിറ്റ് ഇനിയും തന്നിട്ടില്ല. അവർ ഇന്ന് തന്നെ തരണം. കാരണം അതനുസരിച്ച് വേണം നമുക്ക് ഓരോ വീട്ടിലും ഓരോ അമ്പും കൊടയും വാങ്ങേണ്ടതില്ല. അപ്പം അതുകൊണ്ട് അതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കാൻ അത് കൊണ്ടുവന്ന് തരണമെന്ന കാര്യം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ നമ്മുടെ പള്ളിയിൽ നമുക്ക് അമ്പെടുത്ത് വയ്ക്കാനും നേർച്ച വാങ്ങാനും നേർച്ചയിടാനും ഒക്കെയുള്ള ക്രമീകരണങ്ങൾ ഉണ്ട് എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ശനിയാഴ്ച നമ്മൾ മടങ്ങി വരുമ്പോൾ കൊടകളൊക്കെ മടക്കി കൊണ്ടുവരണം. നമ്മൾ പള്ളി വെഞ്ചരിപ്പിന് നമ്മൾ കൊട കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാ കൊടയും അങ്ങോട്ട് പോയി, പക്ഷെ എല്ലാ കൊടയും ഇങ്ങോട്ട് വന്നില്ല. കുട്ടികൾക്ക് നേഴ്സറി പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചാണോന്ന് അറിയില്ല. അതുകൊണ്ട് കൊടകൾ തിരിച്ച് തരണം, അല്ലെങ്കിൽ അതിൻ്റെ മുഴുവൻ പൈസ നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. അത് തിരിച്ചു കൊണ്ടുവരണം. ഏതെങ്കിലും വീട്ടിൽ നിന്ന് ഇപ്പോൾ അമ്പും കൊടയും കൊണ്ടുവരാനായിട്ട് ആളില്ല, പ്രായമായവർ രോഗഗ്രസ്തരായവരാണെങ്കിൽ അയൽവക്കക്കാരവരെ സഹായിക്കുകയും ചെയ്യണം. എനിക്ക് തോന്നുന്ന ഏകദേശം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നല്ലൊരു പെരുന്നാൾ ഉണ്ടാകട്ടെ. ഇനിയുള്ള നവനാൾ ദിനങ്ങളിലെങ്കിലും മുടങ്ങാണ്ട് നിങ്ങൾ വരണം. കാഴ്ച സമർപ്പണം നടത്തണം. യൂണിറ്റ് അടിസ്ഥാനത്തിൽ നേതൃത്വം വഹിക്കണം. എല്ലാം ഭംഗിയായിട്ട് നമുക്ക് തിരുനാൾ തീരാൻ ഇടവരട്ടെ. നമുക്ക് സമാപന പ്രാർത്ഥനകൾക്കായി എഴുന്നേറ്റ് നിൽക്കാം. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി ഈ ദാനത്തെക്കുറിച്ച് ഞങ്ങളുടെ മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായി സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദിവ്യകവുമായി കുർബാന വഴി അങ്ങ് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയോ അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ഈ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളെ കറമായിച്ചു കളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ സ്വന്തം അനുഗ്രഹീത ജനമേ, കർത്താവിന്റെ മേച്ചിൽ സ്ഥലത്തെ അച്ചകണമേ, നിങ്ങളുടെ മേൽ, നിങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ, കുഞ്ഞുമക്കളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. അവിടുന്ന് തന്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിലും നിങ്ങളുടെ കുടുംബങ്ങളിലും അവിടുന്ന് വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലങ്കൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും കുഞ്ഞുമക്കളെയും ജീവിതങ്ങളെയും ബുദ്ധിമക്കളെയും പഠനങ്ങളെയും പരീക്ഷകളെയും യാത്രകളെയും ആഗ്രഹങ്ങളെയും സംരംഭങ്ങളെയും തിരുനാളാഘോഷങ്ങളെയും ഒരുക്കങ്ങളെയും കാത്ത് സംരക്ഷിക്കുകയും എല്ലാവിധ അപകടങ്ങളിൽ നിന്ന്, ത്യാഗിതങ്ങളിൽ നിന്ന്, ദുഃഖങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന്, രോഗപീഠകളിൽ നിന്ന്, ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന്, പൈശാചികമായ ബന്ധനങ്ങളിൽ നിന്ന്, അകാലമൃത്യുവിൽ നിന്ന്, ക്ഷുദ്രജീവികളുടെ ആക്രമണങ്ങളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന് പരിപൂർണമായ സംരക്ഷണം നൽകി സദാ നിങ്ങളെ കാത്തനുഗ്രഹിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ആമേൻ. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സുസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറുടെ വിശ്വസ്തി. അന്നിൽ ഞാൻ സ്വീകരിച്ചു കുർബാന കടങ്ങളുടെ പ്രതിക്ക് പാപങ്ങളുടെ മോചനത്തിന് കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ലൊരു ഞായറാഴ്ച, പുതിയൊരാഴ്ച നൽകി തമ്പുരാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കുടുംബസമ്മേളന ഭാരവാഹികളുടെ മീറ്റിംഗ് ഉടൻ ആരംഭിക്കുന്നു. അവരെല്ലാവരും എത്രയും പെട്ടെന്ന് പാരിഷൂളിലേക്ക് പോകണം. നാവിൻ എന്നീശോ തന്ന